സ്റ്റേഡിയം ആയിരുന്നു. അതിപ്പോൾ കണ്ടെയ്നേഴ്സ് വെച്ചിട്ടുള്ളൊരു സ്റ്റേഡിയമാണ്. ഇപ്പോൾ കണ്ടെയ്നേഴ്സൊക്കെ അവർ ഇങ്ങനെ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് കംപ്ലീറ്റ്ലി ഡിസ്മാൻഡിൽ ചെയ്ത് ഒഴിവാക്കുമായിരിക്കാം. ആ സ്റ്റേഡിയത്തിൻ്റെ കംപ്ലീറ്റ് ആ ഒരു ഏരിയ എംപ്റ്റി ചെയ്യുമായിരിക്കാം. ഇപ്പോൾ നിൽക്കുന്നത് കത്തിഫാൻ ഐലൻഡിലാണ്. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നാണ് ആ ഒരു ബ്രിഡ്ജിന്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഗ്ലാസ് ബ്രിഡ്ജാണ്. നമ്മൾ ഗ്ലാസിൻ്റെ മേളിൽ കൂടെയാണ് നടന്നു പോകുന്നതെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് അവിടം വരെ പോയിട്ട് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് വരാം. ബ്രിഡ്ജിൻ്റെ ഒരു ഡിസൈൻ ഒരു കപ്പലൊക്കെ പോലെ നല്ല രസമുണ്ട്. എന്താണ് ഇവർ ഈ ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഇതായിരിക്കും ചിലപ്പോൾ. കണ്ടോ, നമുക്കിവിടെ ഇങ്ങനെ നിൽക്കാം. ഇതാണ് അവരുദ്ദേശിക്കുന്ന ഗ്ലാസ് ബ്രിഡ്ജ്. നമുക്കിവിടെയൊക്കെ കയറി നിൽക്കാം. ഇത് ഗ്ലാസ് ആണ്. അതാണ് ഞാനൊന്ന് കാലൊക്കെ വെച്ച് നോക്കിയിട്ട് കയറുന്നുള്ളൂ. ഇളകി വല്ലതും പോയാലേ. താഴോട്ട് നോക്കുമ്പോഴത്തേക്ക് ഒരു ചെറിയ ഒരു ടെൻഷൻ വരും. പക്ഷേ ചെറിയ ടെൻഷനേ വരുന്നുള്ളൂ. പക്ഷെ ചൈനയിൽ ഇവിടെ ഒരു ബ്രിഡ്ജുണ്ട്. ഇങ്ങനത്തെ ഒരു കോൺക്രീറ്റ് വർക്കേ ഇല്ല, കംപ്ലീറ്റ് ഗ്ലാസ്സാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ മൈനതാണ്. അത്യാവശ്യം ആഴമുള്ള ഏരിയ അല്ലേ? യെസ്, നല്ല ആഴമുണ്ട്. അടിത്തട്ട് കാണാം. അപ്പുറത്തുണ്ട്. ഓടെ കഴിഞ്ഞു. നൈസ്. ടെൻഷൻ വേണ്ടേ. എടുക്കണ്ടേ? സ്ലോ ചെയ്യാ. അവിടെ ചവിട്ടിക്കോ. കത്തിഫ ഐലൻഡായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി തിരിച്ച് നമ്മൾ ലുസൈലിലോട്ട് കയറുകയാണ്. ഇതൊക്കെ കോർണിഷിൻ്റെ അനുബന്ധ ഏരിയ തന്നെയാണ്. നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ വന്നിരിക്കാനും എൻജോയ് ചെയ്യാനും പറ്റിയ സ്ഥലമാണിത്. ബോളിവാർഡ് എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം ഈ ഏരിയയിൽ ആണ് ബോളിവാർഡ് ഉള്ള സ്ഥലം നിൽക്കുന്നത്. ഇന്ന് 3ാമത്തെ ദിവസമാണ്. അപ്പോൾ വന്ന ദിവസം 2 ദിവസം കഴിഞ്ഞത് 3ാമത്തെ ദിവസമാണ്. നാളെ തിരികെ പോകണം. അപ്പം ഇന്നിപ്പോൾ വന്നിട്ട് നമ്മൾ ഹോട്ടൽ മാറുവാണ്. നേരത്തെ നമ്മൾ നിന്നിരുന്ന ഹോട്ടൽ നമ്മുടെ ഹിൽട്ടൺ ഡബിൾ ട്രീയിലായിരുന്നു. അവിടുന്ന് ചെക്കൗട്ട് ചെയ്തു. ലഗേജ് വണ്ടിയിലുണ്ട്. ഇനിയിപ്പോൾ ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ്. ഇതും ഒരു ഹിൽട്ടൺ പ്രോപ്പർട്ടിയിലോട്ട് തന്നെ പോകുന്നത്. നേരെയാ പോകണ്ട. എന്തായാലും ഓടിക്കുന്ന ഡ്രൈവർക്ക് നല്ല ജ്ഞാനമുണ്ട്, നോളജ് ഉള്ളതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, അടുത്ത സിഗ്നലിൽ നിന്ന് റൈറ്റ്. അങ്ങനെ എനിക്ക് വന്നിട്ടുണ്ടല്ലോ വീഡിയോ എടുക്കാൻ വേണ്ടി വേറൊരു ഡ്രൈവറെ വണ്ടി ഏൽപ്പിച്ചു. എന്നിട്ട് ഞാൻ 1-2 വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. നേരെ ദോഹ എക്സിറ്റ് എടുത്തിട്ട്
ഹോട്ടൽ ലക്ഷ്യമാക്കി പോവുകയാണ്. 500 മീറ്റർ ലെഫ്റ്റ്, ഒരു 500 മീറ്റർ ലെഫ്റ്റ് എന്ന് പറയുന്നു. അങ്ങനെ ലെഫ്റ്റ് എടുത്ത് വളരെ തിരക്കേറിയ റോഡിൽ കൂടെ വണ്ടി ഓടിച്ച് പോവുകയാണ്. ആകെ 2 വണ്ടിയാണ് ഈ ഹൈവേയിലുള്ളത്. ഇത്രയും നിശബ്ദമായ സിറ്റി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത കൊണ്ടായിരിക്കാം. ആരുമില്ല, നിങ്ങൾക്ക് നോക്കാം, ഇവിടെ നിന്ന് അങ്ങോട്ട് ഒറ്റ മനുഷ്യരില്ല. നിൽക്കുന്ന ലുസൈൽ ഈ റീജിയനിൽ കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ഫോർമുല 1 ഒക്കെ ഖത്തറിൽ നടക്കുന്ന ഏരിയ. ഖത്തറിൽ ഇപ്പം പോകാത്ത വഴികൾ ഇല്ല. ഈ ദോഹയിൽ ഓൾമോസ്റ്റ് എല്ലാ വഴികളിൽ കൂടെ നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. വഴി തെറ്റിയും ശരിയായിട്ടും ഒക്കെ ഒത്തിരി വട്ടം കറങ്ങി 2-3 ദിവസം കൊണ്ട്. ഹോസ്പിറ്റൽ വ്യൂ. നമ്മളിപ്പോൾ ഹൈവേയിലാണ്. ഞാനല്ല വണ്ടി ഓടിക്കുന്നത്. നെക്സ്റ്റ് ലൈന് നിന്നോടാ. അപ്പോൾ ഈ സൈഡിലോട്ടുള്ള ഇതൊരു വല്ലാത്ത ഒരു ഡിസൈൻ ബിൽഡിംഗ് കൊള്ളാം. എന്തോ ഈ പറഞ്ഞ ഡെസേർട്ട് റോസ്, മരുഭൂമിയിലുണ്ടാകുന്ന റോസാപ്പൂ എന്നൊക്കെ പറഞ്ഞ മാതിരിയുണ്ട്. ഈ മുൾച്ചെടികളൊക്കെ ഇല്ലേ, ആ ഒരു ടൈപ്പ് അതിൻ്റെ ഡിസൈൻ. നമ്മളിപ്പോൾ ഇവിടുന്ന് നമ്മുടെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ്. പോകുന്ന ഹോട്ടൽ ഇതാണ്, എംബസി സ്യൂട്ട്. ഇത് ഹിൽട്ടൻ്റെ ആണ്, ബൈ ഹിൽട്ടൺ. നമ്മൾ നേരത്തെ താമസിച്ചിരുന്നത് ഡബിൾ ട്രീ ആണെങ്കിൽ ഇത് എംബസി സ്യൂട്ട്. ഇവിടെ നമ്മൾ എത്തി ചെക്ക് ഇൻ ചെയ്യാൻ പോകും. എംബസി സ്യൂട്ട് ഹിൽട്ടണിൽ വന്നു. അതിൻ്റെ ലോബിയായത്. അപ്പോൾ ഇവിടെ ഒരു മിനി ബാർ ഉണ്ടെന്ന് തോന്നുന്നു. ലോബിയും ഈ സറൗണ്ടിങ്ങും ഒക്കെ കണ്ടിട്ട് ഇതും വലിയ പഴക്കമുള്ള പ്രോപ്പർട്ടി അല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹിൽട്ടൻ്റെ ഒരു ബേസിക് നേച്ചറൊക്കെ ഇതിൻ്റെ ലോബി കാണാം, ഡിസൈനിലും മറ്റു കാര്യങ്ങളൊക്കെ. നമ്മളങ്ങനെ 7th ഫ്ലോറിൽ എംബസി സ്യൂട്ടിൻ്റെ പുതിയ പ്രോപ്പർട്ടിയിലാണ് ഇന്ന് 2 ദിവസം നിൽക്കുന്നത്. ഇതാണ് ഹോട്ടൽ. ഡബിൾ ട്രീ നിന്നപ്പം റിസംബിൾ ടൈപ്പ് ഓഫ് ഒരു ഡിസൈൻ പോലൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇത് വേറൊരു ഡിസൈൻ. ഇതാണ് ബാത്റൂമും മറ്റ് സംഭവങ്ങളൊക്കെ. നമ്മുടെ ഡബിൾ ട്രീയിലുള്ള പോലെ തന്നെയുള്ള സോപ്പ് ഡിസ്പെൻസറും കാര്യങ്ങളൊക്കെയാണ്. ഇതൊരു കൊള്ളാം, ഇത് കൊള്ളാം. പക്ഷെ ഇവർ വെള്ളം ചെറുതാണ് വെച്ചിരിക്കുന്നത്, വലിയ 1 ലിറ്ററിൻ്റെ വെള്ളം വെച്ചിട്ടില്ല. ഇവിടെ വൈഫൈ പാസ്വേഡ് ഒന്നും ഇല്ല. ജസ്റ്റ് വൈഫൈ ഓൺ ആക്കി കഴിഞ്ഞാൽ വൈഫൈ കിട്ടും. ഇതാണ് ആഫ്റ്റർ വലിയൊരു ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുവാണ്. വണ്ടി ഓടിച്ച് വരുമ്പോഴേ എന്തോ ഭാഗ്യത്തിന് അവിടെ ഇവിടെയൊന്നും തട്ടാതെ മുട്ടാതെ ഇവിടെ എത്തി. നമ്മുടെ ഹോട്ടൽ റൂഫിൻ്റെ മേളിൽ അവിടെയാണ് സ്വിമ്മിംഗ് പൂള്. അവിടെ നിന്നുള്ള ഒരു വ്യൂ ആയത്. ഇവിടെ ഒരു അടിപൊളി ഗ്രൗണ്ട് കാണാം. നമ്മൾ ആ വഴി കൂടെ ഒക്കെ പോകുമ്പോൾ കാണുന്ന ആ ബിൽഡിങ്സ് നിരനിരയായിട്ട് ഇവിടെ നിൽപ്പുണ്ട്. നമ്മളങ്ങനെ സ്വിമ്മിംഗ് പൂളിൻ്റെ ഇവിടെ വന്നിട്ട് നമ്മളിവിടെ നിന്ന് പോവാണ്. ഇവിടെ ലൈഫ് ഗാർഡും കാര്യങ്ങളൊക്കെ ഉള്ള സ്വിമ്മിംഗ് പൂളാണ്. നമ്മൾ താഴോട്ട് പോവാണ്. ഇവിടെ 1-2 പേരേ ഉള്ളൂ സ്വിമ്മിംഗ് പൂളിൽ. നല്ല രസമുള്ള സ്വിമ്മിംഗ് പൂളാണ്. ഇവിടെ ഇങ്ങനെ ഔട്ട് സൈഡിൽ നമുക്ക് രാത്രി വന്ന് കഴിക്കാൻ വരുന്ന റെസ്റ്റോറൻറ്റ്സും
എനിക്ക് തോന്നുന്നു ഇവിടെ ശീശയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ ഇവിടെ ഉണ്ട്. കാണാൻ നല്ല ഒരു അറ്റ്മോസ്ഫിയറുള്ള ഒരു പ്ലേസാണ്. നമ്മളിപ്പോൾ ചെക്ക് ഇൻ ചെയ്തേ ഉള്ളൂ. ഇനിയിപ്പോൾ നേരെ ഞാൻ ഒരു മണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ നേരെ ഇനിയിപ്പം വെളിയിൽ പോവാണ്. ഇന്നിനിയിപ്പം വന്നിട്ട് പുതിയ പ്ലേസുകളോട്ടൊക്കെ കറങ്ങാൻ പോകണം. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.